തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവാദ സർക്കുലർ തിരുത്തുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. കോടതി നിർദ്ദേശപ്രകാരം വേഗത്തിൽ തയ്യാറാക്കിയതിനാൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടു. ഇവ തിരുത്തി തിങ്കളാഴ്ച പുതുക്കിയ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുമെന്നും വനമന്ത്രി പറഞ്ഞു. കോടതി നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ധൃതി പിടിച്ച ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പുതിയ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. പ്രായോഗികമായ കാര്യങ്ങൾ അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഉത്തരവ് പിൻവലിച്ചാൽ സ്വാഗതം ചെയ്യുമെന്നാണ് ആന ഉടമകൾ പ്രതികരിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ ആശങ്കകൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ജെയ്സൺ ചാമോളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള വിവാദ സർക്കുലർ വലിയ ചർച്ചയായിരുന്നു. അതിൽ ദേവസ്വവും ഈ ആന ഉടമകളും ഒക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുമോ? തൃശ്ശൂർ പൂരം കണക്കിലെടുത്തുകൊണ്ടാണ് ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നത്. സത്യത്തിൽ ഈ സർക്കുലർ തയ്യാറാക്കിയതും സത്യവാങ്മൂലം നൽകിയതും നേരത്തെ തന്നെ തീരുമാനിച്ച് എടുത്ത നടപടി തന്നെയാണ്. പക്ഷേ തൃശ്ശൂർ പൂരവും തെരഞ്ഞെടുപ്പും എല്ലാം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ സർക്കുലർ തിരുത്തും എന്നാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തിരുത്തി കൊടുക്കുമെന്നാണ് വനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആന ഉടമകൾ പറയുന്നത് ഇത് സംബന്ധിച്ച തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള സർക്കുലർ പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ തങ്ങൾ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പുറകോട്ട് പോകുക എന്ന നിലപാടാണ്. തിങ്കളാഴ്ച പുതിയ ഉത്തരവ് വരികയും ആ ഉത്തരവ് ആന ഉടമകൾക്ക് സ്വീകാര്യമാവുകയും ചെയ്യുന്ന പക്ഷം മാത്രമേ തങ്ങൾ ആനകളെ ഉത്സവങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നതാണ്. അല്ലാത്ത പക്ഷം സമര നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഉടമകളുടെ തീരുമാനം. വിനീത. ശരി, ജെയ്സണാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ ഏതായാലും പൂരാവശ്യത്തിലേക്ക് പോയിരിക്കുകയാണ്. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും പൂരം കൊടിയേറിക്കഴിഞ്ഞു. ക്ഷേത്രം തന്ത്രി, മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കർമ്മങ്ങൾ.